പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന നേതാക്കളിൽ പലരെയും ഒഴിവാക്കിയാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതെന്ന് പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷ നിരകളിൽ നിന്നും ആക്ഷേപം ഇപ്പോഴും ഉയരുന്നുണ്ട്. ഈ ഇലക്ഷന് മുമ്പ് ഞാൻ ഈ ഇമേജ് കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അടുത്തു തന്നെ നടക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് പുനഃസംഘടന നടത്തുന്നതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ചുനാളായി ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും തീരെ അപ്രതീക്ഷിതമായി മുൻ MLA A. പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് ഇക്കാര്യം വീണ്ടും ചർച്ചയായത്. മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ്, മന്ത്രി സജി ചെറിയാൻ എന്നിവരുടെ മന്ത്രിസ്ഥാനം തെറിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട്. മൂന്നാം ഊഴത്തിലും അധികാരം പിടിക്കാൻ ലക്ഷ്യമിട്ട് പിണറായി വിജയൻ ശക്തമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയേക്കുമെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നുണ മാത്രമേ അവർ വിളമ്പാറുള്ളൂ, പറയുന്നതെല്ലാം നുണ. ഇതിലൊന്നാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. റിയാസിനെയും സജി ചെറിയാനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചേക്കും. തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും ഇവരെ ഏൽപ്പിക്കുക എന്നാണ് അറിയുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ഒരുത്തനും ഇപ്പൊ ഇല്ല.